അപ്പം ഞങ്ങൾ തുടരും സിനിമ കാണാൻ പോവുകയാണ്. കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ പറയാട്ടാ. അവൻ പൊട്ടന. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത് ഒരു മൂവീൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റിവ്യൂ പറയാമെന്ന് അറിയുന്ന എനിക്കറിയാം, എനിക്കും അറിയൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മൾ സിനിമ കാണാൻ പോയി, പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് സിനിമ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ സിനിമ പൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അത് സിനിമയിൽ ഒരു ക്യാരക്ടറുണ്ട്, നമുക്ക് കണ്ടാൽ തോന്നും ഇങ്ങനെ ഒരു പാവമാണെന്ന് തോന്നും, അല്ലേ? തോന്നൂല്ലേ? പക്ഷെ എൻ്റെ മോനെ വില്ലൻ പൊളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ആയിരുന്നു ഇത്രയും നാള്. നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആള് പക്ഷേ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ആളാ, അങ്ങനെയാന്ന് തോന്നുന്നു. അത് ഞാനിങ്ങനെ ഇതിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. പക്ഷെ ഒരു രക്ഷയില്ല, പൊളി വില്ലൻ. ലാലേട്ടനെ പിന്നെ പറയണ്ടല്ലോ, സൂപ്പറാണല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വില്ലൻ മാസ്. പക്ഷെ നമ്മൾ സിനിമ കാണുന്ന പോലെയല്ല അല്ലേ, അതിൻ്റെ അകത്തുള്ള ഒരു സംഭവം, അത് എല്ലാവരും പോയി കാണണം കേട്ടോ. പൊളിയാണ്, പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ. എനിക്ക് വില്ലനെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ലാലേട്ടനെ പിന്നെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കഥാപാത്രം അല്ലേ. ശോഭനയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു നോട്ടമുണ്ട് മോനെ, നാഗവല്ലിന്റെ ആ ഒരു സ്റ്റൈലൊരു നോട്ടം അല്ലേ. പറയൂ, എനിക്ക് പറയാനുള്ളത് പറയൂ കുട്ടി, പറയൂ. എങ്ങനെയുണ്ടായിരുന്നു പറ. നല്ല സിനിമ. എന്നാലും പറയൂ. എല്ലാം നല്ല രസമുണ്ട്, അത്രേ പറയാനില്ല. വല്ലാണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എല്ലാരും പോയി കാണണം, അത്ര തന്നെ. എന്നാലും ശോഭനേനെ കുറേ നാളായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷല്ലേ. എന്തൊരു ഭംഗിയല്ലേ കാണാൻ, അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു പണ്ടത്തെ ആ ഒരു ശോഭന നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരണം അല്ലേ. നീ പക്ഷെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടല്ലേ പോയത്. പഴയ മറ്റേ എന്താ തേന്മാവിൻ കൊമ്പത്ത് ആ ഒരു മറ്റേ അങ്ങനത്തെ ഒരു സ്റ്റൈലില് അല്ലേ പോയത്, അല്ലേ? പറയൂ. ഈ കുട്ടി മിണ്ടണില്ല, കുട്ടി മിണ്ടണില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനറിയില്ല. അയ്യോ, എന്താ കുട്ടി മിണ്ടൂലേ? അതെന്താ മിണ്ടാത്തെ? കുറച്ച് മിണ്ടു കുട്ടി. എനിക്ക് പണി ചെയ്ത് തീർക്കാണ്ട്. എന്നാലും സിനിമയെ കുറിച്ച് പറയൂ, 2 വാക്ക്. സൂപ്പർ സിനിമ, സൂപ്പർ, 2 വാക്ക്. പാട്ട് എങ്ങനെയുണ്ട്? പൊളിയല്ലേ ആ പാട്ട്? പാട്ട് കേട്ടില്ല ഗൈസ്, അത് ഫസ്റ്റ് ആയിരുന്നു തോന്നുന്നു പാട്ട്. പക്ഷെ നമ്മളത് കേട്ടില്ല. ഇവള് കാരണം നമ്മൾ അരമണിക്കൂർ ലേറ്റായി. അരമണിക്കൂർ ഞങ്ങൾ ലേറ്റായിട്ടാണ് സിനിമ കാണാൻ എത്തിയത്. ഒരു തിയേറ്ററിൽ പോയപ്പോൾ പറഞ്ഞു അവിടെയല്ല വേറൊരു സ്ഥലത്താണെന്ന്. അത് ഇവൾക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ്. നിങ്ങൾക്കും അങ്ങനെ അബദ്ധം പറ്റലുണ്ടോ? കമൻ്റ് ഇടണേ. അങ്ങനെ ഞങ്ങൾ ട്രാഫിക്കൊക്കെ താണ്ടി ഓടിച്ചാടി തിയേറ്ററിൽ ആദ്യമായിട്ടാണ് അരമണിക്കൂർ വൈകിട്ട് സിനിമ കാണുന്നത്. അങ്ങനെയല്ലേ? പക്ഷെ അതിൻ്റെ ഒരു വിഷമം ഉണ്ട്. സാരല്ല, നമ്മളത് എങ്ങനെയെങ്കിലും കണ്ട് ഒപ്പിച്ചോളും അല്ലേ. അപ്പോൾ എന്താ പറയുക, പൊളി സിനിമയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി സിനിമയാണ്. എല്ലാവരും പോയിട്ട് കാണണം. ഓക്കെ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സിനിമയാണ് കേട്ടോ. ആ പാട്ട് നമ്മൾ കുറേ എന്താ പറയുക, ഓരോ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ആ പാട്ട് ഭയങ്കര ഒരു ഫീലാണ്. ആ പാട്ട് ഒരു നാട്ടിൻപുറവും നാടൻ സ്റ്റൈല്, ഈ ചക്കയൊക്കെ ഇങ്ങനെ കൊത്തി ആ ഒരു വീട്ടിലൊരു ഫാമിലി, ഒരു അടിപൊളി പണ്ടത്തെ, ഇപ്പം അങ്ങനെയൊന്നുമല്ല, പണ്ടത്തെ സ്റ്റൈല്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ നാടൊക്കെ മിസ്സ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ UAE താമസിക്കുന്നവർക്ക്, നാടൊക്കെ മിസ്സ് ചെയ്യുന്നവർക്ക് ആ പാട്ടൊക്കെ ഭയങ്കര ഒരു ഫീലാണ്. ആ പാട്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. അത് ഫസ്റ്റിലായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ലേറ്റായിട്ട് എത്തിയത് കൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു കുറച്ച് വിഷമമുണ്ട്. അങ്ങനെ എന്താ പറയുക, അടിപൊളി. ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരണം. പിന്നെ ഫൈറ്റൊന്നും പിന്നെ പറയണ്ടല്ലോ, പൊളിയാണ്, പൊളി, അടിപൊളി. അപ്പം ബൈ ബൈ.